അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ചെക്കൻ്റെ എൻഗേജ്മെന്റ് പ്രോഗ്രാമാണ്. അപ്പോൾ കൂട്ടത്തിൽ ആരാണ് ഫസ്റ്റ് മാരേജ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രംഗത്തോടെ ഇല്ലാത്തൊരു പയ്യനായിരുന്നു. ഫൈനലി അവൻ്റെ ആയിരുന്നു നമ്മുടെ കൂട്ടത്തിലെ ഫസ്റ്റ് മാരേജ് സെറ്റാകാൻ പോകുന്നത്. അപ്പോൾ മാരേജ് എൻഗേജ്മെന്റിന് മുന്നേ നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെണ്ണിനെ കാണുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്നില്ലോ. അതുകൊണ്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ചെക്കനെ ഒന്ന് ഉഷാറാക്കി വിടാന്നുള്ള പരിപാടി ഞങ്ങളൊക്കെ ഒന്ന് ചെറിയ ചെറിയ മിനിക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവൻ്റെ അടുത്ത് എങ്ങനെയാടാ ബൊക്ക അവൾക്ക് കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ഒന്ന് ജസ്റ്റ് നോക്കിയോ. എത്ര പേർക്ക് കൊടുത്തിരിക്കുന്നതിന് മുമ്പ് എങ്ങനെ കൊടുക്കണേ? ഇപ്പോൾ കറക്റ്റ് 12:30-ക്കാണ് അവൻ്റെ മുഹൂർത്തം. അപ്പോൾ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ 2 കാറിലാണ് പോകുന്നത്. പിന്നെ ഒരു വലിയ വണ്ടി, ഒന്ന് ഞാനും പിന്നെ ഒന്ന് എൻ്റെ ഫ്രണ്ടുമാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടിയിലൊക്കെ അവന് ജാലായിട്ട് വിഷയും കാര്യങ്ങളൊക്കെ ഇട്ട് ത്രില്ലിൽ ചെക്കൻ്റെ മാസ് എൻട്രി നിങ്ങളൊന്ന് കണ്ടു നോക്കും. അങ്ങനെ പെണ്ണ് വീടെത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബൊക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. പിന്നെ ഇവർക്ക് അറേഞ്ച് മാരേജിൽ പോലെ ഒരു ഷൈനസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം കുറച്ച് വർഷത്തെ റിലേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഷൈനസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചില്ലായിരുന്നു, രണ്ടാളും നല്ല ചില്ല് മൂഡിലൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമുക്കൊക്കെയാണോ വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്കെന്നല്ല, അറേഞ്ച് മാരേജ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡേറ്റ് ഫിക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കറക്റ്റ് 12:30-ക്കാണ് ചെക്കൻ്റെ മുഹൂർത്തം വരുന്നത്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ് അടുത്തത്. അപ്പോൾ അങ്ങനെ ചെക്കൻ ഫൈനലി എല്ലാവരും പറയുന്നത് പോലെ ലോക്ക്. അപ്പോൾ അവസാനത്തെ പരിപാടിയായ നമ്മുടെ ഫുഡും കഴിച്ച ഒരു മാസ് വീഡിയോ എല്ലാവരും കൂടി ചേർന്നെടുത്ത് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.